ഹേ ഗായ്സ്, അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഭയങ്കര ഒരു ചവറ് കൂട്ടത്തിന്റെ ഫ്രണ്ടിലാണ്. പക്ഷെ ഇതല്ല ഗായ്സ്, ഇതിനകത്ത് വേറൊരു സംഗതി ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് ഈ ഒരു സംഗതി എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അപ്പൊ ഗൈസ്, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ചിമിട്ടം കുഴി ഊത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കൈക്കോട്ട് എന്ന് പറയും, സ്പേഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. യെസ് ഗൈസ്. അപ്പോൾ പിന്നെ നമുക്ക് കുറേ ടൂൾസൊക്കെ വേണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കുഴി കുത്തനേക്കാളും മുമ്പ് സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ചെറിയൊരു കാര്യം കൂടി കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ക്രിസ്മസിൻ്റെ വീഡിയോസ് നമ്മൾ വരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, ഇവിടെ നമ്മുടെ പഞ്ചായത്തോടെ ഒരു കുഴി കുത്തിയിട്ടുണ്ട്. വളരെ ചെറിയൊരു കുഴിയാണ്, അധികം ഡെപ്തും കാര്യങ്ങളില്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത്, അതായത് ഇത് കുറച്ചും കൂടി നീളം വെപ്പിച്ചതിന് ശേഷമാണ് ഇത് കുറച്ചും കൂടി താത്തും കൂടി ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ലെവൽ ഇപ്പോൾ കുഴി താഴ്ന്നു നിൽക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി താഴ്ത്തും അടിയിൽ പാറയാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്റ്റെൻഡ് ചെയ്ത ആ ഒരു സൈഡ് ഭാഗമാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കുത്തി ഇത് ഫുൾ സൈഡിലേക്ക് മണ്ണൊക്കെ ഇട്ട് ഓരോ താത്തും. അത്യാവശ്യം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു 10 സെക്കൻഡിലത്തെ പണി എന്ന് പറയുന്നത് ഒരു അരമണിക്കൂറിലത്തെ പണിയാണ് വെറും 10 സെക്കൻഡിൽ കാട്ടുന്നത്. അത് എത്രത്തോളം സ്പീഡായിട്ടാണ്, ടൈം ലാപ്സ് വീഡിയോ ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഈ ടൈല് കഷ്ണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഒരു ചട്ടിയിൽ എടുത്തിടുന്നത്. ഇനി വേറൊന്നാന്ന് വിചാരിക്കേണ്ടെന്ന് വെച്ച് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു സൈഡ് പണി തീർന്നു. ഒരു ദിവസത്തെ പണി കഴിഞ്ഞു, പിന്നെ അടുത്ത ദിവസം അങ്ങനെ കുറേ ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു കാര്യം എനിക്കിവിടെ ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിനിടയിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ഗ്യാപ്പ് കിട്ടുമ്പോൾ ആ ഒരു ടൈമൊക്കെ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്ത് പതുക്കെ ഇതാക്കുന്നതാണ്. അതിനിടയ്ക്കാണ് ഒരു മുട്ടം കല്ല് കിട്ടിയത്. അപ്പോൾ സ്ലാവാണത്. അപ്പോൾ അതൊക്കെ എടുത്ത് നീക്കി, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളതൊക്കെ മാറ്റി നീക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ കുറേ കല്ലും മണ്ണും കട്ടയൊക്കെ ഉണ്ട്, അതൊക്കെ നീക്കി എല്ലാം ഒരുവിധം നല്ല രീതിക്ക് തന്നെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് ഒരു 3-4 ദിവസത്തെ പണിയിൽ തന്നെ നമ്മളിത് കഴിഞ്ഞു. എന്നാലും ഫുൾ ആയിട്ട് പണിയാൻ പറ്റിയില്ലെങ്കിലും കുറച്ചീശെ പണിത് എടുത്തതാണ്. അപ്പോൾ ഒരൊറ്റയടിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ബട്ട് പതുക്കെ ചെയ്യുക. പതുക്കെ തിന്നാൽ പനയും തിന്നാം, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ ചെയ്ത് ഒരുവിധം നമ്മൾ ഈ ഒരു ലെവലിലേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ നെക്സ്റ്റ് ഡേ ഇത് ഫുള്ള് റെഡിയാക്കി ശേഷം അത് കഴിഞ്ഞിട്ട് സൈഡൊക്കെ ലെവലാക്കി ആ വേസ്റ്റൊക്കെ പൊന്തി നിൽക്കുന്നത് അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം അടുത്ത പരിപാടി, അതായത് ഫൈനൽ സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് താന്നു തുടങ്ങി. അപ്പോൾ കൊട്ടയിലായി പരിപാടികളൊക്കെ. ഗൈസ്, നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കാരണം ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ കമൻറ്റ് ചെയ്യാത്തൊരു വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യുക. എന്നാലാണ് ഇതുപോലത്തെ നല്ല കിടിലൻ എമ്പരപ്പിക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്തതും ഒന്ന് ലെവലാക്കി പിന്നെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ചും കൂടി താഴ്ത്തിയിട്ടാണ് നമ്മുടെ വർക്ക് റെഡിയാക്കുന്നത്.
ഗൈസ് ഈ ഒരു ഭാഗത്തൂടെയാണ് ഇതിനകത്തേക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അതിനു മുമ്പ് ഈ ഒരു സ്ഥലം, ഈ ഒരു ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെയിം ഭാഗത്ത് തന്നെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 കൊല്ലത്തിന് മുമ്പ് ഒരു ന്യൂ ഇയറിൻ്റെ അന്നാണ് ആ ഒരു വീഡിയോ വന്നത്, നമ്മുടെ മഡ് ചിക്കൻ. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുണ്ട് പറയാം. ബട്ട് ആ ഒരു സ്ഥലമാണ് ഏറെക്കുറെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് 2ാമത്തെ വീഡിയോ ആണ്. ഇനി ഈ ഒരു സ്ഥലത്ത് വീഡിയോകൾ വരും, ബട്ട് അത് ഈ ഒരു സ്ഥലത്തിന് മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു എൻട്രൻസിൽ കൂടെ കയറാം. അപ്പോൾ കയറണമെങ്കിൽ വേറെ ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ പതുക്കെ ഇങ്ങനെ നീക്കുക. വളരെ സിമ്പിളായിട്ട് നീക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലാണ് ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഓ ഗൈസ്, പട്ടി ഇതിങ്ങനെ കേറുന്നു. ഗൈസ്, ഞാൻ പ്രതീക്ഷ പോലെ ഒന്നല്ല, സംഭവം കൊള്ളാം. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണാം. അതിനു മുമ്പ് ഇതിന്ന് എങ്ങനെ കേറും എന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഇറങ്ങുന്നതിനേക്കാൾ എളുപ്പം കയറാനാണ്. ഗൈസ്, അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഒന്ന് ഇറങ്ങി ഇതിൻ്റെ ഫുൾ ഭാഗം ഒന്നും കൂടി കാട്ടിത്തരാം കേട്ടോ. എനിവേ ഓക്കെ, അപ്പൊ ഗൈസ്, ഇതിന്റെ അകത്തുള്ള ഒരു സംഗതിയാണ് കേട്ടോ ഇത്. ഞാൻ പ്രതീക്ഷിച്ചത് ഭയങ്കര സീനാവുമെന്നാണ്, ബട്ട് അങ്ങനെയൊന്നും ഇല്ല. ഏറെക്കുറെ കൊള്ളാം. ബട്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭേദമാണ് ശരിക്കും. ഞാൻ പ്രതീക്ഷിച്ചത് ഇതിലും കുറച്ചും കൂടി പണിയാണ്, ബട്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭേദമാണ്. പിന്നെ ഈ 2 സൈഡിൽ ഇത് നമ്മുടെ ഷീറ്റാണ്, പഴയ ഷീറ്റാണ്. അതുപോലെ തന്നെ ഇത് മേശവിരി, അതും പഴയതാണ്. ഇത് പഴയൊരു പായാണ്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ട് നോക്കിയതാണ്. സ്റ്റിൽ കുഴപ്പമൊന്നുമില്ല ഗൈസ്. നിങ്ങൾക്ക് എങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? കുറേ നാളായിട്ടാ ഗൈസ് ഞാൻ ഈ വീഡിയോ, അതായത് ഇങ്ങനെ ഇതായിട്ട് ഒരു വീഡിയോസും ചെയ്യാറില്ല. ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഉണങ്ങിയ ഒരു സ്റ്റൈലിലായിരുന്നു വീഡിയോ വന്നിട്ടുണ്ടായത്. ബട്ട് സ്റ്റിൽ ഇടയ്ക്കൊക്കെ ഇനി വീഡിയോസ് ഉണ്ടായിരിക്കുള്ളൂ, പവർ സാധനം. അപ്പോൾ വരുമ്പോൾ കുറച്ചും കൂടി വേറെ ലെവലാക്കും. സ്റ്റിൽ ഗൈസ്, നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും വേണം കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കിയ ഒരു സംഗതി എന്ന് പറയുമ്പോൾ നിസ്സാരമൊന്നല്ല. ഒരു 3-4 ദിവസം ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സംഗതി ഇവിടെ എത്തിച്ച് നിർത്തിയത്. അപ്പം ഈ ഇത് ഒന്നും റെഡി ആയിട്ടില്ല. അതായത് സൈഡിൽ നിന്ന് മണ്ണ് വീഴുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇത് ഒരു ടെമ്പററി ആയിട്ട് മാത്രം സെറ്റ് ചെയ്തതാണ്, പെർമനൻ്റ് അല്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇതാക്കിയത്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത് സൈഡിൽ ഫുൾ കാർബോർഡൊക്കെ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് കുറച്ചും കൂടി വേറെ ലെവലാക്കാന്നാണ് വിചാരിച്ചത്. ബട്ട് ഗൈസ്, ഇതിന്റെ ഉള്ളിലെന്ന് പറഞ്ഞത് അതാണ്, ഇതൊക്കെ മണ്ണാണ് കേട്ടോ. ദെൻ ഇവിടെ ഷീറ്റ് ഇതൊക്കെ കീറിയതാണ്. ദെൻ ഇവിടെയും ഇതൊക്കെ നല്ല, ഇത് പഴയ ഒരു ടൈപ്പാണ്. ദെൻ അടിയിൽ പായ, മുകളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഷീറ്റാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ കണ്ടില്ലേ. ദെൻ അവിടെ ബണ്ട് വെച്ചിട്ടുണ്ട് മണ്ണ് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ സെറ്റാണ്. ഇത് നമ്മൾ ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇതൊരു സ്റ്റെപ്പ് പോലെ ചെയ്തെടുക്കാവുന്നതാണ്, ബട്ട് അത് യൂസ് ഉണ്ടായില്ല. അപ്പം ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ഫോം വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ഇതിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങുമെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. സോ എന്തായാലും പുറത്തിറങ്ങണം. തമ്പനയിൽ പറ്റുകയാണെങ്കിൽ ഒരു മാസം സംഗതി എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്.